ഇണകളെ ആകർഷിക്കാൻ പല ജീവികളും പല തന്ത്രങ്ങളും ചെയ്യാറുണ്ട്. ആണൊട്ടകങ്ങൾ അതിൻ്റെ വായിൽ നിന്നും പിങ്ക് നിറമുള്ള വലിയ ബലൂൺ പോലെ നീണ്ട ഡുള്ള എന്ന പേരുള്ള ഒരു അവയവം പുറത്തേക്കിട്ട് നീട്ടി വീർപ്പിച്ച് കാണിച്ച് ഗുളുഗുളു ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുക. പെണ്ണൊട്ടകത്തിന് ഈ പ്രകടനം ഇഷ്ടപ്പെട്ടാൽ ഇണചേരാം. ഒട്ടകത്തിൻ്റെ നെഞ്ചുഭാഗത്ത് പെഡസ്ട്രാൾ എന്നു പേരുള്ള കട്ടിയുള്ള ഒരു പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നേരിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ ശരീരം മുഴുവനായിട്ടും തൊടാതിരിക്കാൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം അല്പം പൊക്കി വെച്ചതുപോലെ ഉണ്ടാകും. ഒട്ടകങ്ങൾക്ക് അവയുടെ ശരീരോഷ്മാവിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പോലും പ്രശ്നമല്ല. ചൂടുകൂടി ബ്രെയിനിലെ നാഡീകോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കാൻ മൂക്കിലൂടെയുള്ള ശ്വാസപ്രവാഹം വഴി ആ ഭാഗം തണുപ്പിച്ച് അതുപയോഗിച്ച് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തണുപ്പിക്കാൻ പറ്റും വിധത്തിലുള്ള സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് സംവിധാനം ഒട്ടകങ്ങൾക്കുണ്ട്. വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി നിർജ്ജലീകരണം വന്ന് രക്തം കൊഴുത്ത അവസ്ഥയിലായാലും ഒട്ടകത്തിൻ്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഒഴുകാനാകാതെ കട്ടകിട്ടില്ല. നമ്മുടെ ചുവന്ന രക്താണുക്കളെപ്പോലെ വൃത്താകൃതിയിലുള്ളതല്ല ഇവയുടെ രക്താണുക്കൾ. ദീർഘവൃത്ത രൂപത്തിലായതിനാൽ തടസ്സമില്ലാതെ അവർക്ക് ഒഴുകാനാവും. വെള്ളം കിട്ടിയാൽ ഒരൊറ്റ നിൽപ്പിൽ 100 ലിറ്റർ വരെ വെള്ളം ഇവർ കുടിക്കും. ആ വെള്ളം മുഴുവനും പിന്നെ വയറ്റിലല്ല സൂക്ഷിക്കുന്നത്, രക്തത്തിലാണ്. അങ്ങനെ രക്തം വളരെ നേർത്താൽ ഓസ്മോട്ടിക് പ്രഷർ മൂലം ഈ ചുവന്ന രക്താണുക്കൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. രക്തകോശങ്ങളുടെ പ്രത്യേക രൂപം മൂലം അതും സംഭവിക്കുന്നില്ല. മാനവ ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒട്ടകങ്ങളുടെ ഇണക്കൽ മുതൽ പിന്നീട് നൂറ്റാണ്ടുകൾ മനുഷ്യരുടെ മരുഭൂമിയിലൂടെയുള്ള ദീർഘസഞ്ചാരങ്ങൾക്ക് സഹായിയായ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച കച്ചവടങ്ങളുടെ ഭാരം ചുവപ്പുകാരായ വളരെ തീക്ഷ്ണ പ്രകൃതിയിൽ മനുഷ്യരെ ജീവിക്കാൻ പ്രാപ്തരാക്കിയ മനുഷ്യർ മെരുക്കിയ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉപകാരികളായ ഒട്ടകങ്ങളുടെ അതിശയ ജീവിതത്തിലേക്ക് സ്വാഗതം. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശൈലി പ്രയോഗമാണല്ലോ. തിളക്കുന്ന വെയിൽ ചൂടിൽ പുറത്തു നിൽക്കുന്ന ഒരു ഒട്ടകത്തോട് ദയ തോന്നി അതിൻ്റെ തല കൂടാരത്തിനുള്ളിലെ തണലിലേക്ക് കയറ്റാൻ അനുവദിച്ച് അവസാനം മൊത്തമായി ഒട്ടകം അകത്ത് കയറി സ്വന്തം കൂടാരത്തിന് പുറത്തായി പോയ ഒരു അറബിയുടെ ഗുണപാഠകഥ. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമോ ദയമൂലമുള്ളത് എന്നോ ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ഉപകാരം, ഒരു ചെറിയ സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്താൽ പിന്നീട് അവർ ക്രമേണ നിങ്ങളുടെ ബാധ്യതയും ഉപദ്രവവുമായി മാറുന്നതിനെ സൂചിപ്പിക്കാനുള്ള ഒരു മെറ്റഫർ. ആ അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നതാണ് ഈ ശൈലിയുടെ ഉദ്ദേശം. ചിലർക്ക് ഉപകാരം ചെയ്യാൻ പോയി നമ്മൾ അവസാനം പെരുവഴിയിലാകാതെ നോക്കണമെന്ന്. സത്യത്തിൽ ഒട്ടകം മനഃപൂർവ്വം നമ്മളെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു ദുഷ്ട മൃഗമാണോ? ഒട്ടകത്തിന് ഒരു കൂടാരത്തിൻ്റെ തണലിൻ്റെ ആവശ്യമൊന്നുമില്ല. തീവയിൽ കൊണ്ടാലും വാടാതെ വിധത്തിൽ കുരുത്തവയാണവ. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായവരാണ് ഒട്ടകങ്ങൾ. വെള്ളം കിട്ടാൻ വളരെ പ്രയാസമുള്ള മരുഭൂമിയിൽ വളരെ ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് ജീവിക്കാൻ പറ്റും. അതുപോലെ ഒന്നിച്ച് ധാരാളം വെള്ളം കുടിച്ച് സൂക്ഷിച്ചു വെക്കാനും പറ്റും. എന്തായാലും ഒട്ടകം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ മുതുകിലെ ഈ പൂഞ്ഞയാണ് ആദ്യം ഓർമ്മ വരിക. ആ പൂഞ്ഞയിലാണ് വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചതൊന്നുമല്ല, എങ്ങനെയോ കിട്ടിയ ഒരറിവ്. ഒറ്റ പൂഞ്ഞ മാത്രമുള്ള ഒട്ടകങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. എന്നാൽ 2 പൂഞ്ഞയുള്ള, ശൈത്യകാലത്ത് ദേഹത്ത് ധാരാളം രോമങ്ങളുള്ള വലിപ്പം കൂടിയ ഒട്ടകങ്ങളും ഭൂമിയിലുണ്ട്. ഉഷ്ണമരുഭൂമികളിലെ കൊടും ചൂടിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒറ്റപ്പൂഞ്ഞയുള്ള അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമഡറി ഒട്ടകങ്ങൾ, കെമിലസ് ഡ്രൊമഡാരിയസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. കിഴക്കനേഷ്യയിൽ, മംഗോളിയയിലും ചൈനയിലുമൊക്കെ കൊടും ശൈത്യപ്രദേശങ്ങളിൽ കാണുന്നവയാണ് രണ്ടാമത്തെ ഇനം, 2 പൂഞ്ഞകളുള്ള ഇനം. ബാക്ട്രിയൻ ഒട്ടകം എന്നാണ് അവയെ വിളിക്കുക, കെമിലിയസ് ബാക്ട്രിയാനസ്. ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ 2 ഇനം ഒട്ടകങ്ങളും വന്യജീവികളല്ല. മുൻപുണ്ടായിരുന്ന കാട്ടൊട്ടകങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലയിടങ്ങളിലായി മനുഷ്യർ മെരുക്കിയുണ്ടാക്കിയ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളുടെ തുടർച്ചക്കാരാണ് ഇവരൊക്കെ. ഇവയെ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെരുക്കിയ ആ കാട്ടൊട്ടകങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് ഇല്ലാതായി കഴിഞ്ഞു. എങ്കിലും ഇരട്ടപ്പൂഞ്ഞകളുള്ള കാട്ടൊട്ടകങ്ങളിൽ കുറച്ചെണ്ണം ഇപ്പോഴും ഭൂമിയിൽ ബാക്കിയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലും മംഗോളിയയിലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അവ ഇപ്പോഴുള്ളത്. അതാണ് എൻഡമിക്കായിട്ടുള്ള വൈൽഡ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ, കാമിലസ് ഫെറസ് എന്ന് ശാസ്ത്രനാമം കൊടുത്തിട്ടുള്ള ഒട്ടകങ്ങൾ. അതിനി ആകെ 900-ത്തിനടുത്ത എണ്ണം മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഈ 2 തരം ഒട്ടകങ്ങളുടെയും മുതുക് ദൂരെ നിന്ന് നോക്കിയാൽ അറേബ്യൻ ഒട്ടകത്തിൻ്റെ മുകൾ ഭാഗം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ D തിരിച്ചു വെച്ചതുപോലെയും ബാക്ട്രിയൻ ഒട്ടകത്തിൻ്റെ മുതുക് B എന്ന അക്ഷരം തിരിച്ചു വെച്ചതുപോലെയുമാണ് തോന്നുക. ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിലാണ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എന്നെപ്പോലെ പലരും കരുതിയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ പൂഞ്ഞയിൽ വെള്ളമല്ല ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, കൊഴുപ്പാണ് എന്ന്. ആ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പിനെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ ഒട്ടകത്തിന് പറ്റും എന്ന്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് പകരം
പരമാവധി കൊഴുപ്പ് ഈ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കുന്നുകൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പൂഞ്ഞയുണ്ടാകുന്നത്. നേരെ മുകളിൽ നിന്ന് കുത്തനെ വെയിൽ കൊള്ളുമ്പോൾ കൊടും ചൂട് ആന്തരിക അവയവങ്ങളെ അധികം ചൂടാക്കാതെ സഹായിക്കാൻ ഈ പൂഞ്ഞ സഹായിക്കും. ഒരു തരം മറ കൊണ്ട് മൂടിയതുപോലെയാണിത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പിൻ്റെ അളവ് കുറവായതിനാൽ തന്നെ ആ ഭാഗങ്ങളിലൂടെ ചൂട് പുറത്തേക്ക് കൈമാറ്റം ചെയ്ത് ശരീരത്തെ തണുപ്പിക്കാനും എളുപ്പമാണ്. വെള്ളവും ഭക്ഷണവും ആവശ്യത്തിന് കിട്ടാത്തപ്പോൾ ഈ പൂഞ്ഞ ചുരുങ്ങും. വീണ്ടും ഭക്ഷണവും വെള്ളവും ധാരാളം കിട്ടിയാൽ പൂഞ്ഞ പഴയ വലിപ്പത്തിലേക്ക് തന്നെ തിരിച്ചു വളരും. ഈ പൂഞ്ഞയിലെ കൊഴുപ്പ് ആവശ്യ സമയങ്ങളിൽ മെറ്റബോളിസം നടന്ന് ഊർജ്ജവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുമ്പോൾ കൂടെ തന്നെ ജലവും ഉണ്ടാകും. 1 കിലോ കൊഴുപ്പ് അലിയുമ്പോൾ 1.07 ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് തൻ്റെ പൂഞ്ഞയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒട്ടകം ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ ഒരു പങ്ക് ആന്തരികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മെറ്റബോളിക് വാട്ടർ എന്നാണ് വിളിക്കുക. വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും ഒട്ടകത്തിന് വലിയ പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ്. ഇതും കൂടാതെ ഒട്ടകങ്ങൾക്ക് ശരീരത്തിലെ ജലനഷ്ടം കുറക്കുന്നതിന് സഹായിക്കുന്ന പല ശാരീരിക പ്രത്യേകതകളുമുണ്ട്. നമുക്ക് വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനാണല്ലോ. തെർമൽ റെഗുലേഷൻ. പുറത്തെ ചൂട് കൂടിയാലോ നമ്മൾ കൂടുതൽ കായികാധ്വാനം കൊണ്ട് മസിലുകൾ പ്രവർത്തിപ്പിച്ച് ഉള്ളിലെ ഊഷ്മാവ് കൂട്ടിയാലോ പനിയോ മറ്റ് ശാരീരിക അസുഖങ്ങളോ വന്ന് നമ്മുടെ ഉള്ളിലെ സ്വാഭാവിക ശാരീരിക ഊഷ്മാവ് സാധാരണയിൽ നിന്നും അധികമാകുന്ന അവസ്ഥയിലുമൊക്കെയാണല്ലോ നമ്മൾ വിയർത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തൊലിക്കടിയിലുള്ള സ്വേദഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ പുറത്തേക്ക് വിയർപ്പിനെ വിടും. അത് ബാഷ്പീകരിക്കാൻ ആവശ്യമായിട്ടുള്ള താപം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അങ്ങനെ ശരീരത്തിൻ്റെ ചൂട് കുറയുകയും ചെയ്യും. അതിനിടയിൽ ഇതുകൂടി പറയാം, വിയർത്താൽ ഉടനെ ടവൽ ഉപയോഗിച്ചിട്ട് ആ വിയർപ്പ് മുഴുവൻ തുടച്ചു കളയുന്നത് ശരീരത്തിന് ഇരട്ടിപ്പണി കൊടുക്കലാണ്. അതായത് ശരീരത്തിൻ്റെ വിയർത്ത ആവശ്യം നടക്കാതെ പോകുന്നു. അതുകൊണ്ട് വിയർത്തൽ തുടച്ചു കളയുകയല്ല വേണ്ടത്, അത് ആറാൻ അനുവദിക്കുകയാണ്. ഒട്ടകത്തിന് വിയർപ്പ് വളരെ കുറവാണ്. അതായത് വിയർക്കേണ്ട ആവശ്യവും കുറവാണ്. കാരണം നമ്മുടെ ആന്തരിക ഊഷ്മാവിൻ്റെതുപോലെ വളരെ കുറഞ്ഞ റേഞ്ച് അല്ല ഒട്ടകത്തിനുള്ളത്. നമ്മളൊക്കെ ഉഷ്ണരക്ത ജീവികളാണല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ശരീര ഊഷ്മാവ് 97 ഡിഗ്രി ഫാരൻഹീറ്റിനും 99 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലായിരിക്കും. അതായത് 36.1 ഡിഗ്രി സെൽഷ്യസിനും 37.2 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ഫ്ലെക്സിബിൾ റേഞ്ച്, അതായത് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ റേഞ്ച് എപ്പോഴും അതുപോലെ നിലനിർത്താൻ നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ പുറത്തെ ഊഷ്മാവ് കൂടിയാൽ വിയർപ്പിച്ച് ശരീരത്തെ തണുപ്പിക്കാൻ ശ്രമിക്കും. ഇനി തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തെ വിറപ്പിച്ച് ചൂടാക്കാനും ശ്രമിക്കും. ഈ റേഞ്ചിലും വലിയ തോതിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് അത് വലിയ പ്രശ്നമാണ്. 100.4 ഡിഗ്രി ഫാരൻഹീറ്റിന് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നമ്മുടെ ശരീര ഊഷ്മാവെങ്കിൽ അതിനെ പനി എന്ന് നമ്മൾ വിളിക്കും. ശരീര ആന്തരിക ഊഷ്മാവ് പിന്നെയും കൂടിയാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വരെ താറുമാറാകും. അതായത് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് വളരെ സമയം കൂടി നിൽക്കുന്നത് വളരെ അപകടകരമാണ്. എന്നാൽ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 94 ഡിഗ്രി ഫാരൻഹീറ്റിനും 107 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച്. 34.5 ഡിഗ്രി സെൽഷ്യസിനും 41.7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. അതായത് 7 ഡിഗ്രി സെൽഷ്യസിലധികം പോലും വ്യത്യാസം ഒട്ടകത്തിന് വലിയ പ്രശ്നമുണ്ടാക്കില്ല. 1 സെൽഷ്യസിലധികം വ്യത്യാസം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പനിയാകുമ്പോഴാണ് 7 ഡിഗ്രി വ്യത്യാസം ഇവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. അതിനാൽ തന്നെ ഒരു ചെറിയ ചൂട് വ്യത്യാസമൊന്നും ഒരു ചൂടല്ല ഒട്ടകത്തിന്. ഒട്ടകത്തിൻ്റെ ഈ ശാരീരിക ഊഷ്മാവിലുള്ള ഈ വലിയ ചാഞ്ചാട്ടം ഏറ്റവും കുറവ് ചൂട് പുലർച്ചെയാവുന്നതോടു കൂടിയിട്ടാവും. പതുക്കെ പതുക്കെ പുറത്തെ ചൂടിനനുസരിച്ച് ഇതിൻ്റെ ആന്തരിക ഊഷ്മാവും കൂടിക്കൊണ്ടേയിരിക്കും. ഉച്ചയാകുന്നതോടുകൂടി പരമാവധി ചൂട് ഇതിൻ്റെ ഉള്ളിലും ആവും. അതിനാൽ തന്നെ പുറത്തെ ചൂട് ഇതിനെ ബാധിക്കുന്നേയില്ല. വിയർക്കേണ്ട ആവശ്യം വരുന്നില്ല. വിയർത്ത് ഉള്ളിലെ വെള്ളം നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദാഹവും വരുന്നില്ല. നമുക്ക് നമ്മുടെ ശരീര ഊഷ്മാവ് വല്ലാതെ കൂടി കടുത്ത പനിയായാൽ തലച്ചോറിലെ ചൂടും കൂടി കൂടുതൽ സമയം അങ്ങനെ തന്നെ കഴിഞ്ഞാൽ തലച്ചോറിലെ നാഡീകോശങ്ങളെ കേടുവരുത്തും. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനാലാണ് കടുത്ത പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഗുളികകൾ കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പനി കൂടാതെ ചൂട് കൂടാതെ നോക്കാൻ വേണ്ടി വേഗത്തിൽ തന്നെ പനി മരുന്നുകൾ, ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ, പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ മരുന്നുകളൊക്കെ നമ്മൾ നൽകുന്നത്. അങ്ങനെ ചൂട് കുറക്കുന്നത്. നെറ്റിയിലും മറ്റും നനഞ്ഞ തുണിയിട്ട് കൊടുക്കുന്നതും ഈ തലയിലുള്ള ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ കുട്ടികളിൽ, ഇൻഫൻസിലൊക്കെ ഈ ചൂട് വല്ലാതെ കൂടിയാൽ വെട്ടൽ, സന്നി പോലെയുള്ള അപസ്മാര സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഈ അമിത ചൂട് മൂലം നാഡീകോശങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലമാണത്. ഫെബ്രൈൽ ഫിറ്റ്സ് എന്നൊക്കെയാണ് അതിന് വിളിക്കുക. എന്നാൽ ഇങ്ങനെ 7 ഡിഗ്രി വരെ ചൂട് കൂടിയിട്ടും ഒട്ടകത്തിൻ്റെ തലച്ചോറിലെ നാഡീകോശങ്ങൾ പൊള്ളി നശിച്ചു പോകാത്തതിനും ഒരു കാരണമുണ്ട്. ഒട്ടകത്തിൻ്റെ ശരീരത്തിൻ്റെ ചൂട് തലയിലെത്തില്ല.
ഒട്ടകത്തിൻ്റെ മൂക്കിൻ്റെ ഉൾഭാഗത്തെ ഒരു പ്രത്യേകതയാണ് അതിന് സഹായിക്കുന്നത്. ഒട്ടകത്തിൻ്റെ മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള അരികുകൾ പ്രത്യേകതയുള്ള കുഞ്ഞസ്ഥികൾ കൊണ്ട് രൂപാന്തരപ്പെട്ടുണ്ടായതാണ്. അടരുകൾ പോലെ മടക്കുകളായിട്ടാണ് ഉണ്ടാവുക. പലതരത്തിൽ തിരിഞ്ഞു മറിഞ്ഞുള്ള ലാബ്രിന്തുകൾ പോലെയുള്ള ചുളുക്കുകൾ, അവിടമൊക്കെ നനഞ്ഞ ശ്ലേഷ്മ സ്തരം കൊണ്ട് മ്യൂക്കസ് മെമ്പറൈൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും. ഈ പ്രത്യേക രൂപാന്തരണത്തിന് നാസൽ ടർബിനേറ്റ്സ് എന്നാണ് പേര്. നമ്മുടെയൊക്കെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിന് മ്യൂക്കസ് മെമ്പറൈന് 160 ചതുരശ്ര സെൻറ്റിമീറ്റർ മാത്രമാണ് വിസ്തീർണം. എന്നാൽ ഒട്ടകത്തിൻ്റെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിൻ്റെ വിസ്തീർണം 1000 ചതുരശ്ര സെൻറ്റിമീറ്ററിലും അധികമാണ്. അതായത് അത്രയധികം പ്രതല വിസ്തീർണം ഉണ്ടാവും ആ ഭാഗത്തിന് മൊത്തമായിട്ട്. പുറത്തെ ചൂടുള്ള വായു ഒട്ടകം അകത്തേക്ക് വലിക്കുമ്പോൾ മൂക്കിനുള്ളിലെ നനവാർന്ന ആ ഭാഗത്തു കൂടി കടന്നു പോകുമ്പോൾ പുറത്തു നിന്നും വലിച്ചകത്താക്കുന്ന വായുവിലെ ചൂട് അവിടുത്തെ ജലാംശത്തെ ബാഷ്പീകരിക്കും. അങ്ങനെ ബാഷ്പീകരിക്കുമ്പോൾ മൂക്കിനുള്ളിലെ ഭാഗം തണുക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നത് പോലെ ബാഷ്പീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചൂട് ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം തണുക്കും. ഇനി മൂക്കിനുള്ളിലെ ശ്ലേഷ്മ സ്തരങ്ങളോട് ചേർന്ന് തന്നെ ധാരാളം രക്തക്കുഴലുകൾ, വലകൾ പോലെ വെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഈ ശ്ലേഷ്മസ്തരത്തിന് ലഭിച്ച തണുപ്പ് അതിനടിയിലൂടെ കടന്നു പോകുന്ന വെയിനുകളിലെ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ഈ നാസൽ ടർബിനേറ്റ്സ് അതിനുള്ളിലുള്ള രക്തക്കുഴലുകളിലെ രക്തത്തെ തണുപ്പിക്കും. തണുത്ത രക്തവുമായിട്ടുള്ള ഈ വെയിനുകൾ തലച്ചോറിൻ്റെ അടിഭാഗത്തിലുള്ള കരോട്ടററ്റെ അല്ലെങ്കിൽ കവർണസ് സൈനസിനെ ചുറ്റിയാണ് കടന്നു പോകുക. റിറ്റി മിറബിലെ എന്നൊക്കെ ആ ഭാഗത്തിന് പറയും. അപ്പോൾ ശരീരത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ധമനിയിലെ ആർട്ടറിയിലെ രക്തക്കുഴലുകളും ആ സൈനസിനെ ചുറ്റിയായിരിക്കും കടന്നു പോവുക. ഈ വെയിനുകളും ആർട്ടറികളും ഒക്കെ അടുത്തടുത്തു കൂടിയാണ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്ന് വന്ന തണുത്ത രക്തമുള്ള വെയിനുകളിലെ രക്തം ചൂടുള്ള രക്തവുമായിട്ട് തലച്ചോറിലേക്ക് പോകുന്ന ആർട്ടറികളിലെ തണുപ്പിക്കും. അങ്ങനെ ആ തണുത്ത രക്തമാണ് തലച്ചോറിലേക്ക് പോവുക. ഇതാണ് സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് മെക്കാനിസം. അതായത് ശരീരം ചൂടായാലും തലച്ചോർ ചൂടാകാതെ നോക്കുന്ന എയർ കൂളിംഗ് സംവിധാനം. ഇനി ഈ മൂക്കിലെ നാസൽ ടർബിനേറ്റ്സ് ഡീഹ്യൂമിഡിഫയർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജലനഷ്ടം അങ്ങനെയും അത് കുറക്കുന്നുണ്ട്. നമ്മളൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈർപ്പം കൂടി അതോടൊപ്പം വരുന്നത് നമുക്കറിയാമല്ലോ. അതിനാലാണല്ലോ നമ്മൾ തണുത്ത ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഊതിയാൽ അതിൽ നീരാവി പറ്റിയതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒട്ടകം പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലെ ജലാംശത്തെയും വെറുതെ കളയാതെ അതിനെ വലിച്ചെടുക്കാനും ഈ മൂക്കിലെ സംവിധാനം സഹായിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ തണുത്ത് കിടക്കുന്ന ഈ ശ്ലേഷ്മ സ്തരത്തിലൂടെ ഈർപ്പം നിറഞ്ഞ ശ്വാസകോശത്തിനുള്ളിൽ നിന്നുള്ള ചൂടുള്ള ഈർപ്പമുള്ള നിശ്വാസവായു കടന്നു പോകുമ്പോൾ അതിലെ ജലകണികകൾ തണുത്ത് ഘനീഭവിക്കും. അത് ഒട്ടകം തിരികെ വലിച്ചെടുക്കും. അതായത് ഒട്ടകം ഒട്ടും വെള്ളം കളയില്ല. അത് ശ്വാസത്തിൽ ഈർപ്പമായാൽ പോലും ശേഖരിച്ചു വെക്കും. ഇനി ചൂട് വല്ലാതെ കൂടിയാൽ, ഗതി കേട്ടാൽ ഒട്ടകവും ചെറുതായിട്ടൊന്ന് വേർക്കും. അതിനും പ്രത്യേകതകളുണ്ട്. വിയർപ്പ് ആവിയാകുന്നത് രോമങ്ങളുടെ അടിയിൽ വെച്ചാണ്, തൊലിയിൽ വെച്ച് തന്നെയായിരിക്കും. ഒട്ടകത്തിൻ്റെ രോമങ്ങൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രോമത്തിലേക്ക് നനവ് പടർത്തി നഷ്ടമാക്കുകയില്ല. അതായത് രോമം നനയില്ല. കൂടാതെ ഈ തടിച്ച രോമാവരണം ചൂടിനെ ഉള്ളിലേക്ക് കടത്താത്ത വിധത്തിൽ ഇൻസുലേഷൻ സ്വഭാവമുള്ളതും കൂടിയാണ്. അതായത് പുറത്തെ രോമത്തിൻ്റെ ചൂട് ഉള്ളിൽ തൊലിയിലെത്തില്ല. നമ്മൾ ഇന്നീ കാണുന്ന ഒട്ടകങ്ങളുടെയൊക്കെ വളരെ വളരെ പഴയ പൂർവികർ പരിണമിച്ചുണ്ടായത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിലാണ് എന്നാണ് കണക്കാക്കുന്നത്. പ്രോട്ടൈലോപ്പസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ പൂർവികന് ഒരു മുയലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ ജീവിച്ചിരുന്ന ആ ജീവി പിന്നെ പുൽമേടുകളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അനുകൂലനങ്ങളോടെ മാറ്റം സംഭവിച്ചു, പരിണമിച്ചു. 35 ദശലക്ഷം വർഷം മുമ്പ് ആടിൻ്റെയൊക്കെ വലിപ്പമുള്ള പ്രോയിബോത്തീറിയം എന്ന് വിളിക്കുന്ന ഒരു ജീവിയായിട്ട് മാറി. പിന്നെ പലതരത്തിലുള്ള ജീവവർഗ്ഗങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. പ്രോകാമലസ് എന്നൊക്കെ വിളിക്കുന്ന പലതരത്തിലുള്ള രൂപത്തിലുള്ള ജീവികളെ ഒട്ടകത്തിൻ്റെ പരിണാമദശകളിൽ നമുക്ക് കാണാം. 6-7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പാരകാമലസ് എന്ന് പേര് വിളിച്ചിരുന്ന ആ ജീവികൾ വടക്കേ അമേരിക്കയിൽ നിന്നും ബെറിഞ്ചിയ, അന്ന് അത് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ബെറിങ് കടലിടുക്ക് എന്നൊക്കെ വിളിക്കുന്ന ആ ഭാഗം, അതിലൂടെ കടന്ന് യൂറേഷ്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും ഒക്കെ എത്തി. പൂഞ്ഞയും നീണ്ട കാലുകളും ഒക്കെയുള്ള ഒട്ടകരൂപികളായിട്ടുള്ള കാമിലസ് എന്ന വിഭാഗമായിട്ട് മാറി. 11 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കാമിലിഡുകൾ എന്ന് വിളിക്കുന്നവ രണ്ടായി പിരിഞ്ഞ് ഒരു വിഭാഗം ഓൾഡ് വേൾഡിൽ കാമിലിനി വിഭാഗമായും മറ്റേ ഒരു വിഭാഗം ന്യൂ വേൾഡിൽ ലാമിനി വിഭാഗവുമായിട്ട് വേർപിരിഞ്ഞത്. സൗത്ത് അമേരിക്കയിലെ ലാമകളും അൽപ്പാക്കാസുകളും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എത്രയോ തരം ജീവികളിലൂടെ പലതരം അനുകൂലനങ്ങളിലൂടെ പലതരം പ്രദേശങ്ങളിൽ ജീവിച്ചും കുറ്റിയേറ്റും ചിലത് അതിജീവിച്ചും ഒക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മളിന്ന് കാണുന്ന ഒട്ടകങ്ങളുടെ പൂർവികർ ബാക്കിയായത്. നമ്മളിന്ന് കാണുന്ന ഇരട്ടപ്പൂഞ്ഞിയുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങൾ 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിലായിരിക്കും പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
ബാക്ട്രിയൻ ഒട്ടകങ്ങളിൽ നിന്നാണ് ഡ്രോമഡാറി ഒട്ടകങ്ങളും ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അറേബ്യൻ പെനിസുലയിൽ എവിടെയോ BC 3000-നും 2000-നും ഇടയിൽ എപ്പോഴോ ആയിരിക്കും മനുഷ്യർ ആദ്യമായിട്ട് ഒറ്റപ്പൂഞ്ഞയുള്ള ഒട്ടകങ്ങളെ മെരുക്കി കൂടെ കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീടാവും മധ്യേഷ്യയിൽ എവിടെയോ ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളെ മനുഷ്യർ മെരുക്കിയത്. ദീർഘകാലത്തെ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് ഒട്ടും മെരുങ്ങാത്ത കാട്ടു ഒട്ടക സ്പീഷീസുകളിൽ നിന്നും ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള രൂപവും സ്വഭാവവും ഇണക്കവും മെരുക്കവും അനുസരണയും ഭാരം വഹിക്കാനുള്ള കഴിവും ഒക്കെയുള്ള വളർത്തൊട്ടകങ്ങളെ നമ്മൾ ഉണ്ടാക്കിയത്. പാലിനും ഇറച്ചിക്കും വേണ്ടിയാണ് ഒട്ടകങ്ങളെ ആദ്യം മനുഷ്യർ ഇണക്കിയതെങ്കിലും പിന്നീട് മനുഷ്യ ചരിത്രം തന്നെ ഒട്ടകങ്ങൾ മാറ്റി. ഒട്ടകത്തെ കൊണ്ട് ലഭിച്ച അത്രയും ഉപകാരങ്ങൾ വേറൊരു വളർത്തുമൃഗത്തെ കൊണ്ടും മനുഷ്യന് ലഭിച്ചിട്ടില്ല. ചൈന മുതൽ മധ്യപൂർവേഷ്യ വരെ നീണ്ട സിൽക്ക് റോഡിൽ ആയിരക്കണക്കിന് വർഷം ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയ കച്ചവട സംഘങ്ങൾ മുഴുവനായും ആശ്രയിച്ചത് ഈ ഒട്ടകങ്ങളെയാണ്. മരുഭൂമിയിലൂടെ പല സംസ്കാരങ്ങൾ പരസ്പരം കണ്ടുമുട്ടി കൈമാറ്റം നടത്തിയത് ഈ ഒട്ടകപ്പുറത്താണ്. മരുഭൂമിയിലെ പല നഗരങ്ങളും ഉണ്ടായത് ഒട്ടകങ്ങളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. യുദ്ധങ്ങളിൽ പല രാജ്യങ്ങളും കുതിരകളെപ്പോലെ തന്നെ ഒട്ടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടകങ്ങളെ കുതിരകൾക്ക് ഭയമായിരുന്നു. ഡ്രോമഡാറി ഒട്ടകങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ഇപ്പോഴും 2 പൂഞ്ഞയുണ്ട്. അതുപോലെ മുതിർന്ന ഡ്രോമഡാറി ഒട്ടകങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഒരു വെസ്റ്റിജിയൽ പൂഞ്ഞയുടെ അവശിഷ്ടം കാണാനും പറ്റും. അതായത് ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഡ്രോമഡാരി ഒട്ടകങ്ങളും ഉണ്ടായത്. നിലവിൽ നമ്മൾ ഭൂമിയിൽ എവിടെയും കാണുന്ന ഈ 2 ഇനം ഒട്ടകങ്ങളും പൂർണ്ണമായും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. വന്യതയിലുള്ള ഡ്രോമഡാരി ഒട്ടകങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് കുറ്റിയേറ്റുപോയി. എന്നാൽ വൈൽഡ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ ഇപ്പോഴും ഒരു 900ഓളം എണ്ണം മാത്രം ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അവയും വംശനാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസം വരെയൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിലും ഒട്ടകം ചത്തുപോകില്ല. നിർജ്ജലീകരണം വഴി ശരീരഭാരത്തിൻ്റെ 30% കുറഞ്ഞാലും ഒട്ടകത്തിന് പ്രശ്നമില്ല. വെള്ളം കിട്ടിയാൽ ഒറ്റയടിക്ക് 100 ലിറ്റർ വരെ അത് അകത്താക്കുകയും ചെയ്യും. എന്തായാലും വെള്ളം പൂഞ്ഞയിലല്ല സംഭരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം. ശരിക്കും ഒട്ടകം വെള്ളം ശേഖരിക്കുന്നത് അതിൻ്റെ രക്തത്തിലാണ്. വെള്ളം കുടിക്കാനില്ലാതെ നിർജ്ജലീകരണം വന്ന് രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ് കൊഴുത്ത രൂപത്തിലായാലും അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിച്ച് രക്തം വളരെ നേർത്തതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ അതിജീവിക്കും. അതതിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത മൂലമാണ്. ഒട്ടകത്തിൻ്റെ ചുവന്ന രക്താണുക്കൾ വൃത്താകൃതിയിലുള്ളവയല്ല, ദീർഘവൃത്ത രൂപത്തിൽ അണ്ഡാകൃതിയിലാണുള്ളത്. അതിനാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ചുവന്ന രക്താണുക്കൾക്ക് ഇത്തരം രൂപമായതിനാൽ ചെരിഞ്ഞ് രക്തകാപ്പിലറികൾക്കുള്ളിലൂടെ ഒഴുകാനാവും, ഓക്സിജൻ എത്തിക്കാനാവും. അതുപോലെ ധാരാളം വെള്ളം കുടിച്ച് രക്തത്തിലെ ജലാംശം വളരെയധികം കൂടിയാൽ ഓസ്മോട്ടിക് മർദ്ദം മൂലം ചുവന്ന രക്താണുക്കൾ പൊട്ടിത്തകരുന്നത് ഈ രൂപത്തിൻ്റെ പ്രത്യേകത മൂലം സംഭവിക്കുന്നില്ല. ശരീരത്തിൻ്റെ ജലാംശത്തിൻ്റെ 25% കുറഞ്ഞാലും ഒട്ടകം നടക്കും. എന്നാൽ മറ്റു സസ്തനികളിൽ പലതിനും 12 മുതൽ 14% വരെ ജലാംശം നഷ്ടപ്പെട്ടാൽ തന്നെ അവയുടെ രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ താറുമാറാകും, ഹൃദയം നിലക്കും. മരുഭൂമിയിലെ മണലിലൂടെ നടക്കുമ്പോൾ താഴെയിൽ നിന്നുള്ള റേഡിയേഷൻ അതിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ കുറക്കാൻ കട്ടിയുള്ള ഇൻസുലേഷൻ പോലെയുള്ള തൊലിയാണ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ളത്. നീണ്ട കാലുകളായതിനാൽ തന്നെ അടിഭാഗത്തു നിന്നുള്ള ചൂട് ദേഹത്ത് തട്ടുന്നതിനുള്ള ദൂരവും കൂടും. ഒട്ടകം ചുട്ടുപൊള്ളുന്ന മണലിലാണല്ലോ ഇരിക്കേണ്ടതും വിശ്രമിക്കേണ്ടതുമൊക്കെ. രാത്രിയായാലും മണലിലെ ചൂട് കുറയാൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ ശരീരത്തിൻ്റെ നെഞ്ചുഭാഗവുമൊക്കെ മണലിൽ നേരിട്ട് മുട്ടാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഒട്ടകത്തിനുണ്ട്. നെഞ്ചുഭാഗത്ത് പെഡസ്റ്റാൾ എന്നു പേരുള്ള കട്ടി പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്, തഴമ്പ് പോലെ. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നെഞ്ചും മുൻഭാഗവുമൊക്കെ പൊള്ളുന്ന മണലിൽ തൊടാതെ ഇത്തിരി ഉയർത്തി നിർത്താൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം ഉയർത്തി വെച്ചതുപോലെ ഉണ്ടാവും. അതിനടിയിലൂടെ കാറ്റ് കടന്നു പോകാൻ ഒഴിവും ഉണ്ടാവും. അതിനാൽ ഇത്തിരി ആശ്വാസവും കിട്ടും. ഒട്ടകത്തിൻ്റെ വൃക്കകളും കുടലുമൊക്കെ പരമാവധി ജലം പുനരാഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കിഡ്നിയിലെ കോർട്ടെക്സ് മെഡുല അനുപാതം 1:4 എന്ന വിധത്തിലാണ്. അതായത് പശുവിൻ്റെയൊക്കെ മെഡുല ഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടി. പ്രതികൂല സാഹചര്യങ്ങളിൽ വെള്ളം കിട്ടാനില്ലാതാകുമ്പോൾ ഒട്ടക കിഡ്നി അരിച്ചരിച്ച് കൊഴുത്ത സിറപ്പ് പോലെ ഇത്തിരി മൂത്രം മാത്രമേ നിർമ്മിക്കൂ. അതുപോലെ മലമായി പുറത്തു പോകുന്നതിനു മുമ്പ് വൻകുടലിൽ വെച്ച് പരമാവധി വെള്ളം തിരിച്ച് വലിച്ചെടുക്കും. അതിനാൽ ഒട്ടക ചാണകവും ഒട്ടും നനവില്ലാത്ത വിധത്തിൽ ഉണങ്ങിയാണ് ഉണ്ടാവുക. അത് നേരിട്ട് തന്നെ മരുഭൂമിയിലെ സഞ്ചാരികൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ കത്തിക്കാൻ നമ്മൾ ചാണക വരളികളൊക്കെ കത്തിച്ച് പാചകം ചെയ്യാറുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ. അതുപോലെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണങ്ങിയതായിരിക്കും. പൗരാണിക ഇറാനിയൻ സംസ്കാരം പൂവിട്ട ബാക്ട്രിയൻ പ്രദേശത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് ആ പേര് ലഭിച്ചത്.
20 ലക്ഷത്തോളം ബാക്ടീരിയൻ ഒട്ടകങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുള്ളത്. ഉയർന്ന മഞ്ഞുമലകളുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളവയായതിനാൽ ഇവരെ സിൽക്ക് റൂട്ടിൽ കച്ചവടക്കാർ ചരക്ക് കൊണ്ടുപോകാനുള്ള കാരവനുകളായിട്ട് വളരെ കാലം ഉപയോഗിച്ചിരുന്നു. ആ ഭൂപ്രദേശത്തെ ഏറ്റവും വലിപ്പമുള്ള സസ്തനി മൃഗം ഇതാണ്. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് 600 കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും. പെണ്ണിനങ്ങൾക്ക് 450 കിലോഗ്രാമോളവും. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ചിലപ്പോൾ 1000 കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന വിധത്തിൽ തടിച്ചു കൊഴുക്കും. എന്നാൽ അറേബ്യൻ ഒട്ടകങ്ങളായിട്ടുള്ള ഡ്രോമഡാറി ഒട്ടകങ്ങൾക്ക് ഇത്രയും വലിപ്പമുണ്ടാകില്ല, പക്ഷെ ഉയരമുണ്ടാകും. ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അവയുടെ തൊണ്ടയിലും കഴുത്തിലുമൊക്കെ നീളൻ സടരോമങ്ങൾ ഉണ്ടാവും. 25 സെൻറ്റിമീറ്റർ ഒക്കെ നീളമുണ്ടാവും ആ കട്ടി രോമങ്ങൾക്ക്. കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് ഈ സടരോമങ്ങളൊക്കെ. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിച്ചാൽ ഉടനെ തന്നെ വളരെ വേഗത്തിൽ ഈ രോമങ്ങളൊക്കെ പൊഴിച്ചു കളയുകയും ചെയ്യും. 1 മാസം വരെയൊക്കെ വെള്ളം കുടിക്കാതെ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ജീവിക്കും. ഗോബി മരുഭൂമിയിൽ ഒരിക്കലും ചിലപ്പോൾ വെള്ളം ദ്രാവകാവസ്ഥയിൽ ലഭിക്കണമെന്ന് പോലുമില്ല. അതിനാൽ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം തിന്നുകയാണ് ചെയ്യുക. അതായത് മഞ്ഞ് തിന്നു. വെള്ളം കിട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 200 ലിറ്റർ വരെയൊക്കെ വെള്ളം ഉള്ളിലാക്കാൻ കഴിയുന്നവരാണിവർ. പക്ഷേ മഞ്ഞ് കുറേശ്ശെ മാത്രമേ ഇവർ കഴിക്കൂ. അല്ലെങ്കിൽ ഈ തണുത്ത മഞ്ഞൊക്കെയും ഒന്നിച്ച് വയറ്റിലെത്തിയാൽ കഥ കഴിയും. ഒട്ടകങ്ങൾ സസ്യാഹാരികളാണെന്ന് നമുക്കറിയാമല്ലോ. എന്ത് കടുപ്പമുള്ള മുള്ളുകളും സസ്യഭാഗങ്ങളും ഒക്കെ അവരുടെ വായിലിട്ട് ഒതുക്കി ഉള്ളിലാക്കും. ചില സമയങ്ങളിൽ പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ജീർണിച്ച ശവശരീരങ്ങൾ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. അതിൻ്റെ എല്ലും തൊലിയും ഒക്കെ അവർ കഴിക്കും. ഇനി പട്ടിണി കഠിനമായാൽ കിട്ടിയത് എന്തും തിന്നും. കയറും ചെരുപ്പും വേണ്ടി വന്നാൽ ടെൻറ്റ് വരെ തിന്നു കളയും. ഒട്ടകങ്ങൾ പശുക്കളെ പോലെ അയവെട്ടുന്ന റുമിനൻസ് വിഭാഗത്തിൽപ്പെട്ട ജീവികളല്ലെങ്കിലും ഇവർക്ക് 3 അറകളുടെ ആമാശയമുണ്ട്. മരുഭൂമിയിൽ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ പൊടിയും മണ്ണും മണലും ഒക്കെ ഇവയുടെ മൂക്കിലും കണ്ണിലുമൊക്കെ കയറിയാൽ ഒട്ടകത്തിന് പ്രശ്നമാണല്ലോ. അതിനും പരിഹാരം ഒട്ടകത്തിനുണ്ട്. നീണ്ട കൺപീലികൾ ഉള്ളതിനാൽ കണ്ണിൽ മണൽ കയറുന്നത് തടയും. കൂടാതെ ഈ കൺപീലികൾ വെട്ടിത്തിളങ്ങുന്ന മണലിലെ തിളക്കം, സൂര്യത്തിളക്കം കണ്ണിലടിക്കാതെ സഹായിക്കുകയും ചെയ്യും. ഇനി മണൽ കണ്ണിൽ കയറിയാലും അതിനൊരു 3ാം കൺപോളയുണ്ട്. അതുകൊണ്ട് തുടച്ച് അത് കളയാനും ഒട്ടകത്തിന് പറ്റും. ഇനി നമ്മുടേതുപോലെയല്ല ഒട്ടകത്തിൻ്റെ മൂക്ക്. അത് അതിൻ്റെ ഇഷ്ടത്തിന് അടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചെവിയിലും മണൽ കയറാതിരിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നീളൻ രോമങ്ങളുണ്ട്. മരുഭൂമിയിലുള്ള സസ്യങ്ങളും പലതര അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ കള്ളി മുൾച്ചെടികളൊക്കെ മരുഭൂമികളിൽ കാണുന്നത്. ഒരുവിധം മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾക്കൊന്നും അത് കടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവ ബാക്കിയായത്. എന്നാൽ ആ കൂർത്ത് മൂർച്ചയുള്ള കള്ളിമുള്ളുകൾ പോലും ചവക്കാൻ പറ്റുന്ന വിധത്തിൽ ഉറപ്പുള്ള കട്ടിത്തുകൽ പോലുള്ള ഒരു ഭാഗം ആണ് ഇവയുടെ വായ്ക്കുള്ളിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കി പതുക്കെ ഒതുക്കി അവ ഏത് മുള്ളും ഉള്ളിലാക്കും. ഉപ്പൂറ്റിയുടെ പ്രത്യേക രൂപവും ഒട്ടകത്തിൻ്റെ നിൽപ്പിൻ്റെ ഒരു പൊസിഷനും കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചുള്ള നടത്തവും ഒക്കെ കൊണ്ട് മണലിൽ പൂണ്ടുപോകാതെ ഒട്ടകത്തിന് വേഗത്തിൽ നടക്കാൻ പറ്റും. ഇരട്ട കുളമ്പൊക്കെ ഉണ്ടെങ്കിലും കാലിൽ അതിനടിയിൽ വീതിയുള്ള കട്ടിയുള്ള ഒരു പാഡുണ്ട്, ഒരു ഷോക്ക് അബ്സോർബിങ് പാഡ്. അതാണ് എത്രയോ ദൂരം മണലിലൂടെ ഇങ്ങനെ നടക്കാൻ ഒട്ടകത്തെ സഹായിക്കുന്നത്. അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രോമഡേറിയൻ ഒട്ടകങ്ങൾ, അവർക്ക് ആ പേര് കിട്ടിയത് ഓട്ടക്കാർ, ഓടുന്നവർ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഒട്ടകങ്ങൾ നമ്മൾ കാണും പോലെയല്ല, അത് നല്ല ഓട്ടക്കാരാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ അവർക്ക് നന്നായി ഓടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അറേബ്യയിലൊക്കെ കുതിരയോട്ട മത്സരങ്ങൾ പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഒട്ടക ഓട്ട മത്സരങ്ങളും. ഈ കാലിലെ മസിലുകൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ലാതെ നല്ല ഉറപ്പുള്ള ടെൻഡനുകൾ വലിഞ്ഞു മുറുകി റബ്ബർ ബാൻഡ് പോലെ ഊർജം സൂക്ഷിച്ചു വെച്ച് അതുപയോഗിച്ച് താനെ നീക്കാൻ പറ്റും അവർക്ക്. അതുകൊണ്ട് തന്നെ ദീർഘദൂര നടത്തത്തിൽ കാലിലെ മസിലുകൾക്ക് വലിയ ക്ഷീണമില്ലാതെ ഈ ടെൻഡനുകൾ സഹായിക്കും. ആൺ ഡ്രോമഡറി ഒട്ടകങ്ങൾ ഇണചേരൽ കാലത്ത് പെൺ ഒട്ടകങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവയുടെ വായിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള ഒരു നീളൻ ബലൂൺ പോലെയുള്ള ഒരു സഞ്ചി പുറത്തേക്ക് അരികുകളിലൂടെ ഞാഴ്ത്തിയിടും. എന്നിട്ട് അത് വീർപ്പിക്കും. ഡുള്ള എന്നാണ് ആ പിങ്ക് നിറത്തിലുള്ള അവയവത്തിൻ്റെ പേര്. ഇങ്ങനെയൊരു അവയവം ഉള്ള കാര്യം അറിയാത്തവർ പെട്ടെന്ന് അത് ഒട്ടകത്തിൻ്റെ നാവാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഈ സഞ്ചി പുറത്തേക്ക് നീട്ടി വീർപ്പിക്കൽ മാത്രമല്ല, ഗുളുഗുള ശബ്ദവും അവർ ഉണ്ടാക്കും. ഇതൊക്കെ നോക്കിയാണ് പെണ്ണൊട്ടകം ഇണചേരാനുള്ള ആണിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരുവിധം സസ്തനികളൊക്കെയും നിൽക്കുന്ന പൊസിഷനിലാണല്ലോ ഇണചേരുക. എന്നാൽ ഒട്ടകങ്ങൾ ഇണചേരുക ഇരിക്കുന്ന പൊസിഷനിലാണ്. ഇൻഡ്യൂസ്ഡ് ഓവുലേഷനാണ് പെണ്ണൊട്ടകങ്ങളിൽ നടക്കുക. അതായത് സ്വാഭാവികമായിട്ടുള്ള അണ്ടവിസർജനം നടക്കില്ല. ഇടം ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ബീജത്തോടൊപ്പമുള്ള ഹോർമോണുകളാണ് അണ്ടവിസർജനത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്. അതിനുശേഷം അണ്ടവുമായി ബീജം കൂട്ടിച്ചേർന്ന് സിക്താണ്ടം ഉണ്ടാകും. ഗർഭകാലം 13 മുതൽ 15 മാസം വരെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാവുക. ഒട്ടകപ്പാൽ വളരെ പോഷകം നിറഞ്ഞതാണ്. 15 ലിറ്റർ വരെയൊക്കെ പാൽ ഒരു ദിവസം ഒരൊട്ടകത്തിൽ നിന്നും കിട്ടും. ഇത് പശുവിൻ്റെ പാലിലും വേഗത്തിൽ മനുഷ്യർക്ക് ദഹിക്കും. അലർജി വളരെ കുറവുള്ളതിനാൽ തന്നെ ഈ പാല് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്.
പല മനുഷ്യരും മരുഭൂമിയിൽ അതിജീവിച്ചത് ഈ ഒട്ടകപ്പാൽ കുടിച്ച് മാത്രമാണ്. ഒട്ടകത്തോൽ, ഒട്ടക രോമം ഉപയോഗിച്ചുള്ള ഉടുപ്പുകൾ, ഒട്ടക മാംസം ഒക്കെയും മരുഭൂമിയിലെ മനുഷ്യർക്ക് അത്യാവശ്യമായിരുന്നു. ബെഡോയിൻസ് പോലെയുള്ള നൊമാഡിക് ആയിട്ടുള്ള അറേബ്യൻ ഗോത്രങ്ങൾ ഒട്ടകങ്ങളെയാണ് ഇപ്പോഴും പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിലും ഒട്ടകങ്ങൾ എത്തിയിട്ടും ആസ്ട്രേലിയയിൽ ഒട്ടകങ്ങൾ എത്തുന്നത് വളരെ വൈകിയാണ്. 1840 പോർട്ട് അഡിലേഡിലാണ് ഇന്ത്യയിൽ നിന്ന് ഹാരി എന്നു പേരുള്ള ഒരു ഒട്ടകം ആദ്യമായിട്ട് ആസ്ട്രേലിയയിൽ കാലുകുത്തുന്നത്. ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺസ് ഐൻസ്വർത്ത് ഹൊറോക്ക് ആണ് 1846 ആദ്യമായിട്ട് ഈ ഒട്ടകത്തെ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് കൂടെ കൂട്ടുന്നത്. വളരെ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെയുള്ള ആസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ കുതിരകളെ കൊണ്ട് മാത്രം പറ്റില്ല എന്നതിനാലാണ് സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെയായിട്ട് ഒട്ടകങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അതിനെ നിയന്ത്രിക്കാൻ അഫ്ഗാനികളെയും കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം യാത്രക്കിടയിൽ തോക്കിൽ നിറക്കുന്നതിനിടയിൽ അടുത്തുള്ള ഒട്ടകം കുനിയുമ്പോൾ അബദ്ധത്തിൽ കൈതട്ടി വെടിപൊട്ടി. അയാളുടെ ഒരു കൈയിലെ വിരലുകളും താടിയെല്ലും തകർന്നു. യാത്ര ഉപേക്ഷിച്ച് ഹറോക്കിന്റെ വസതിയിലേക്ക് സംഘം തിരിച്ചു വന്നു. പരിക്ക് പഴുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സേ പ്രായമായിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒട്ടകത്തെ വെടിവെച്ച് കൊല്ലാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നു. പിന്നീട് 1860 വേറൊരു പര്യവേഷകൻ 24 ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ തുടർച്ചയായിട്ട് പലരും കപ്പലുകളിൽ ഇന്ത്യയിൽ നിന്നും ധാരാളം ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പല കാലങ്ങളിലായി ആസ്ട്രേലിയയിലേക്ക് 20,000-ഓളം ഒട്ടകങ്ങളെയാണ് കപ്പലുകളിൽ കൊണ്ടുപോയത്. അവയെ നിയന്ത്രിക്കാനും മേയ്ക്കാനും പരിശീലിപ്പിക്കാനുമായി ധാരാളം അഫ്ഗാനികളെയും കൂടെ കൊണ്ടുപോയി. ആസ്ട്രേലിയയിലെ യൂറോപ്യൻ കുടിയേറ്റത്തെ സഹായിക്കാൻ മരുഭൂമിയിലൂടെ ചരക്കുകൾ, വെള്ളം, മറ്റു സാധനങ്ങൾ ഒക്കെ കടത്താനായിട്ട് സഹായിച്ചത് ഒട്ടകങ്ങളാണ്. റെയിൽവേ നിർമ്മാണം, ടെലഗ്രാഫ് ലൈനുകൾ സ്ഥാപിക്കൽ, പോലീസ് പട്രോളുകൾ, സ്വർണ്ണഖനികളിൽ പണിയെടുക്കാൻ ഒക്കെ ഒട്ടകങ്ങളെ ഉപയോഗിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്യാൻ യന്ത്രങ്ങളും മോട്ടോർ വാഹനങ്ങളും കിട്ടിയപ്പോൾ ആസ്ട്രേലിയയിൽ മനുഷ്യർക്ക് ഒട്ടകങ്ങളെ വേണ്ടാതായി. അവർ അവയെ വിജനവിശാലതയിലേക്ക് തുറന്നുവിട്ടു. അവയെ ഭക്ഷണമാക്കുന്ന പ്രഡേറ്ററായിട്ടുള്ള ഒരു മൃഗവും ആസ്ട്രേലിയയിലില്ല. ഒട്ടകങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവയേക്കാൾ ഏറെ രോഗപ്രതിരോധ ശേഷിയുമുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിജീവിക്കാനുള്ള അനുകൂലനങ്ങളുമുണ്ട്. അതിനാൽ തന്നെ മനുഷ്യരുടെ ഒരു സഹായവുമില്ലാതെ തന്നെ ഒട്ടകങ്ങൾക്ക് അവിടെ ജീവിക്കാനായി. അവയവിടെ പെറ്റുപെരുകി. ഇപ്പോൾ ആസ്ട്രേലിയയിൽ ഈ ഒട്ടകങ്ങൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. 10 ലക്ഷത്തിലധികം ഒട്ടകങ്ങളാണ് ഇപ്പോൾ ആസ്ട്രേലിയയിൽ ഉടമകളില്ലാതെ കറങ്ങി നടക്കുന്നത്, പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അവയിപ്പോൾ ആസ്ട്രേലിയയുടെ ഇക്കോസിസ്റ്റത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ കൂട്ടങ്ങളെ കണ്ടെത്തി വെടിവെച്ച് കൊന്നു തീർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂടെ ഒട്ടക ഇറച്ചി കയറ്റുമതി ആസ്ട്രേലിയയിൽ നിന്നും കാര്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ വലിപ്പമുള്ള സസ്തനികൾ മുതൽ വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ജൈവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.